കൈയടിക്ക്. എന്റെ പേരെന്താ മോനെ? സഹൽ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഏത് സ്കൂളിലാ? പരിധി സ്കൂളിലാ. അങ്ങനെ ഇഷ്ടായാ? അടിപൊളിയായാ? എന്നും വരുമോ നീ? എല്ലാവർക്കും നമസ്കാരം. നല്ല അടിപൊളി ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. നല്ല മനോഹരമായ കാലാവസ്ഥയാണ്. പുഴയിൽ നിന്ന്, ഭാരതപ്പുഴയിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. പച്ചപ്പുല്ല് വിരിച്ച മൈതാനത്തിന് നടുവിൽ അങ്ങനെ നിൽക്കുകയാണ് നല്ല സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിൽ. അപ്പോൾ എന്താ ഇവിടെ വരാൻ കാര്യം? ഇത് എവിടെ സ്ഥലം നിങ്ങൾക്കറിയോ? ഇത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ തിരുനാവായ ക്ഷേത്രത്തിനോട്, നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ആ പവിത്രമായ മണ്ണിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു ടറഫിന്റെ വിശേഷങ്ങൾ, അതിന്റെ സംഘാടകർ ആരൊക്കെയാണ്, ആരുടെ ബുദ്ധിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വിരിഞ്ഞത് എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം. അജ്മൽ, ഷറഫ് അല്ലേ? അപ്പൊ ഈ ഒരു ടറഫിന്റെ പിന്നിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞാലോ. എന്നാ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഇത് 23-ാം തീയതിയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? ഒക്കെ അടിപൊളിയായോ? ശരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങള് കുട്ടികൾക്ക്? സ്വിമ്മിംഗ് പൂള്, ബാഡ്മിന്റൺ, ചിൽഡ്രൻസ് പാർക്ക്, ഫുഡ് കോർട്ട്. നീന്തല് ഒരു വലിയ കാര്യമാണ് അല്ലേ? കാരണം നീന്തൽ ഇപ്പൊ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ നീന്തൽ ഇവിടെ എന്താ അതിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാ? പരിശീലനത്തിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഇതില് ഒരു കോച്ച്, നീന്തൽ കോച്ച് ഉണ്ട്, സ്വിമ്മിംഗ് കോച്ചിനെ വെച്ചിട്ടുണ്ട്. ശരിക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും നീന്തൽ പഠിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ. നീന്തലിന് നമുക്ക് വരുന്നത് 15 ക്ലാസ്സസ് ആണ്. ഓരോ മണിക്കൂറാണ് ഓരോ ക്ലാസ്സസ്. അതിന് 2500 രൂപയാണ് ഫീസ്. 15 ക്ലാസ്സിന്റെ ഉള്ളിൽ നീന്തൽ ഫുൾ. അപ്പോൾ ഞങ്ങൾ അത് ഓഫറിൽ 2000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും നീന്തൽ പഠിക്കാൻ പറ്റുമോ? അല്ല, അതെ, ഏത് പ്രായത്തിലുള്ളവർക്കും നീന്തൽ പഠിക്കാം. സ്ത്രീകൾക്ക് പഠിപ്പിക്കാൻ വേറെ ആളുകൾ, പുരുഷന്മാർക്ക് വേറെ ആളുകൾ, അങ്ങനെ ഉണ്ടോ? അതായത് വരും, ഭാവിയിൽ വരും. സ്ത്രീകൾക്ക് ഇപ്പോൾ പുരുഷന്മാർക്കുള്ളതുള്ളൂ. ചെറിയ പെൺകുട്ടികൾക്കുണ്ടോ? ഏത് സമയത്താണ് ഈ നീന്തൽ പഠിക്കാൻ കുട്ടികൾ വരേണ്ടത്? വൈകിട്ട് വരാം, രാവിലെയും വരാം. പിന്നെ നീന്തലിന് പുറമെ മറ്റെന്തൊക്കെയുള്ളത്? പിന്നെ ബാഡ്മിൻ്റൺ ഉണ്ട്, പിന്നെ ഫുട്ബോൾ. ഇതിന് നമ്മൾ കോച്ചസിനെ വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു 15 ഇയേഴ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുപ്രായ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കിഡ്സ് പാർക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. നമുക്കൊരു 100 to 125 ആളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഹാളുണ്ട്. അപ്പോൾ അതിൽ ഫംഗ്ഷൻസ് നടത്താനും ഒരു മീറ്റിംഗ്, കോൺഫറൻസ് അങ്ങനത്തെ നടത്താനുള്ള സൗകര്യം നമ്മളിവിടെ ഒരുക്കി. എങ്ങനെയാണ് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ ഇത് തുടങ്ങാമെന്നുള്ള ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വരാൻ കാര്യം? കാരണം അത്ര മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടർഫ് തുടങ്ങിയിട്ടുള്ളത്. കാരണം വൈകുന്നേരമായ സമയത്ത്, സന്ധ്യ നമ്മൾ കാണുന്ന ദേശാടന പക്ഷികൾ ഇരിക്കുന്നതാണ് ആ വെളുത്ത നിറത്തിൽ നമ്മൾ കാണുന്നത്. സൂര്യന്റെ അസ്തമയം, ചൊന്ന് തുടുത്തിരിക്കുന്ന ഒരു സൂര്യാസ്തമയം കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളെ ഈ വ്യായാമമൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. എങ്ങനെ ഈ സ്ഥലം തിരഞ്ഞെടുത്തേ? നമ്മളുടെ സുഹൃത്താണ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആള് നമ്മളെ സമീപിക്കായിരുന്നു, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പോൾ നമ്മളുടെ ഒരു ക്ലബ്ബുണ്ട്, ക്ലബ്ബും ആ സുഹൃത്തും ചേർന്നിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്ലബ്ബിൽ വന്ന ഐഡിയ ആണ് ഇങ്ങനെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാവരും
ആൾക്കാർക്കും വന്ന് എൻജോയ് ചെയ്യാനോ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇത്രയും മനോഹരമായ ഒരു ടർഫ് സ്റ്റേഡിയം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംഘാടകരോട് തീരാത്ത നന്ദി പറയാണ്. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്ത്, അതായത് പിന്നെ നമ്മളെ നീളാതീരത്ത്, പിന്നെ പവിത്രമായ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നവാമുന്ത ക്ഷേത്രത്തിൻ്റെ അടുത്ത്, പിന്നെ അതുപോലെ തന്നെ മാമാങ്കത്തിൻ്റെ പിന്നെ പവിത്രമായ സ്ഥലത്ത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ഇതിന് അതിമനോഹരമായ ഇതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഫുള്ളായിട്ട് കാണുന്നില്ല. ഇവിടുന്ന് നോക്കി ഓരോരോ ഭാഗത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കാണാനുണ്ട് ഇതിൽ. മാത്രമല്ല ഇത് കുറച്ച് ചെറുപ്പക്കാരുടെ മനസ്സിൽ വന്നൊരു പിന്നെ ആശയമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പിന്നെ ഇതിന് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളെ പഞ്ചായത്തിനകത്ത് ഇങ്ങനൊരു ടർഫ് വന്നതിൽ വളരെയധികം സന്തോഷം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് തിരുനാവായയുടെ മണ്ണിൽ ഇത്ര മനോഹരമായ, ഇത്ര ഊർജ്ജദായകമായിട്ടുള്ള
ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രദാനം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അതിന് തുനിഞ്ഞിറങ്ങിയ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ടർഫ്, ഈ ടർഫിന്റെ പേരും പെരുമയും കേരളം മൊത്തം പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളോടും കൂടി ഇതിന്റെ സംഘാടകരോടൊപ്പം ഞാനും